എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ എല്ലാം കിഴിക്കകത്ത് കിഴിക്കുള്ളിൽ തെറ്റിയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. വീഴൂല. ഞാൻ ടോസ് ഇടാൻ പോവാ. പിടിച്ചു നിക്കണം കേട്ടോ. 4 കാലിലും ഒരു മാറ്റം, ഹെഡ് മാറ്റം അനിവാര്യമാണ്. അതെ, പിന്നല്ല. ഫസ്റ്റ് വൺ. ഓക്കെ, പോന്നോട്ടെ. ആവേശം 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 സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് തിങ്ക് മ്യൂസിക് എടുത്തിട്ടുണ്ട്. പോസ്റ്റർ ചെറുക്കൻ്റെ കയ്യാലേ. എന്തായാലും ഈ വർഷത്തെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ആവേശം. ആവേശം കൊള്ളിക്കൊന്ന് നോക്കണല്ലോ. തീർച്ചയായിട്ടും. ശ്യാം മ്യൂസിക്. മലയാളി ഫ്രം ഇന്ത്യ, നിവിൻ പോളിന്റെ ഒരു എന്താ പറയുക 2024 ആദ്യത്തെ സിനിമ, ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താൻ പോണ സിനിമ തന്നെ ആവട്ടെ. എന്താണെങ്കിലും ഒരു പുതിയ ലുക്ക് ആള് ഇന്നലെ പങ്കുവച്ചൊരു ഫോട്ടോ ഉണ്ട്. കുറച്ചൊക്കെ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം ആ പഴയ നിവിൻ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പഴയ നിവിൻ, അന്നത്തെ ആ സിനിമയിലെ ഡയലോഗ് ഇപ്പോഴാണ് അതിന്റെ വിഷമം മനസ്സിലാവുന്നത്. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് ആ 6 പാക്ക് എന്ന് ചോദിച്ചില്ല. പിന്നീട് അങ്ങോട്ട് അത് നന്നായി പാക്ക് വേണ്ട, ഒരു ഒറ്റ പാക്കാണെങ്കിൽ 0 സൈസ്. അതെ, അത് ആ ഒരു എന്താ പറയാ, ചില ഡയലോഗുകൾ മറ്റേ ഇതാവും അറാൻ പറ്റും. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമ്മൽ ബോയ്സ്. എൻ്റെ മോനെ, ഭീകര കളക്ഷൻ. കേരളത്തിലും വേൾഡ് വൈഡ് 3 ദിവസത്തെ കളക്ഷൻ 25.91 CR. ഭയങ്കര കളക്ഷൻ ആട്ടോ. ഇന്നലെ നമ്മൾ കേരള 3 ദിവസത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേൾഡ് വൈഡ് 25.91 CR. എമ്പുരാൻ സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട്. കാരണം വല്ല ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന്റെ L2E എമ്പുരാൻ എന്നൊരു എഴുത്തും മതിയില്ലേ ആ ഒരു ലൊക്കേഷനോ. അതെ, നമുക്ക് ത്രില്ലടിക്കാനുള്ളതായില്ലേ. അതാണ് വെറുതെ ആശിപ്പിച്ച് ലൊക്കേഷൻ ആട്ടോ. ഇതെന്താണ് ആ വില ചെയ്ത് വെക്കാൻ പോകുന്നത്? ഒരു ഐഡിയ ഇല്ല. പൃഥ്വിരാജിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന സാധനം, നമുക്കൊന്നും പറയാൻ പറ്റൂല. അത് എന്താ അറിയോ, പൃഥ്വിരാജിന്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് മതി, അതൊരു ആശ്വാസം. ഓക്കെ, അടുത്തത് കാന്ത. സെൽവരാജ് ഒരുക്കുന്ന ദുൽഖർ മൂവി. നമ്മുടെ ദുൽഖറും റാണ ദഗ്ബതി അല്ലേ ഇത് പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് കേട്ടോ. സിനിമ എന്തോ കാരണത്താൽ നിന്നുപോയി. എന്തായാലും സിനിമ മറ്റേതെങ്കിലും സമയങ്ങളിൽ പുനരാരംഭിച്ചേക്കാം. എന്തായാലും ഈ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട്, ഇത് മുഴുനീളം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, അതായത് ബ്രഹ്മയുഗം പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. പറയാൻ പറ്റില്ല കേട്ടോ. ഇനി മറ്റേ ഒറ്റക്കൊമ്പന്റെ ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതുപോലെ അതെ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ. പക്ഷെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്, ഈ സിനിമ നിന്ന് പോകാൻ കാരണം. നോക്കാം, വരുമായിരിക്കാം. അതെ, അടുത്തത് പിന്നെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അല്ലേ കാന്തയുടെ. അതെ, ഓക്കെ. പ്രേമലു 16 ദിവസത്തെ കളക്ഷൻ 66 CR വേൾഡ് വൈഡ്. പോടാ. അയ്യോ. അടുത്ത കിഴി. ഓക്കെ, പ്രേമലു തകർക്ക കേട്ടോ ശരിക്ക്. അതായത് കുറുപ്പിന്റെ കേരള ഗ്രോസ് വെട്ടിച്ചില്ലേ ദുൽഖർ സൽമാന്റെ, അതിന്റെ മുകളിൽ കയറി പയ്യന്മാര് തകർക്കണം. ഇപ്പൊ ഇന്നലെ സൺഡേയും കൂടിയാ, ഇന്നലത്തെയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ നല്ല കളക്ഷൻ ആയിരിക്കും. കാരണം ഫാമിലീസ് ഒക്കെ ഇടിച്ച് കുത്തി കയറുന്നുണ്ട്. ഓക്കെ, പോന്നോട്ടെ. എന്താടാ ഒന്നുമില്ലേ, സമയം എടുത്ത് പറയേണ്ട സാധനമാണ്. അഹങ്കാരം. കൽക്കി 2898 AD സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ആണ്, വേറെ ലെവലായിട്ടാണ്. ഇത് കേട്ടപ്പോൾ ത്രില്ലടിച്ചിട്ട് തരിച്ചുപോയി. അതായത് നാഗശ്വിൻ പറഞ്ഞതാട്ടോ. സിനിമ തുടങ്ങുന്നത് മഹാഭാരതത്തിൽ നിന്നാണ്.
സിനിമ അവസാനിക്കുന്നതാണ് AD 2898. അപ്പോൾ എക്സ്ട്രീം പാസ്റ്റ്, എക്സ്ട്രീം ഫ്യൂച്ചർ രണ്ടും ഉണ്ടാവും, മിക്സ് ആയിരിക്കും അല്ലേ? ഒരു വേറെ ലെവലാക്കൂട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന സാധനമല്ലേ, ഇവരൊരു ഗ്ലിംസ് വീഡിയോ പുറത്തിട്ടുണ്ടല്ലോ, അതിൽ ആ AD ആ സമയത്തുള്ളതാണ്. അത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞ്, അതായത് AD 2898 ആ ഒരു സമയത്തുള്ള രീതിയിലാണ്, അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ മഹാഭാരതം അതാണ് കാണേണ്ടത്. അപ്പോൾ അശുദ്ധാത്മാവ് അതൊക്കെ തകർക്കോട്ടോ. അപ്പോൾ പൊളിക്കാൻ ഉണ്ടാവും. അടുത്തത് രായൻ. സിനിമയിൽ അപർണ ബാലമുരളി. ഓൺ ബോർഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത് സിനിമ റിലീസാകാൻ നിൽക്കുമ്പോൾ ഇവർ ഓരോരുത്തരും പുറത്തു വിടുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് പുറത്തുവിട്ടുള്ളത് കേട്ടോ പോസ്റ്റർ. ഇനിയിപ്പോൾ അതിന്റെ ട്രെൻഡായി മാറും. ട്രെൻഡ് ആയോ സംശയം. അടുത്ത പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതെ. അടുത്തത് ഭ്രമയുഗം. ഭ്രമയുഗം സിനിമ 50 കോടി പിന്നിട്ടു, ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ 1.6 CR നേടി എന്നുള്ളതാണ് കേൾക്കുന്നത്. ഭ്രമയുഗം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം. പിന്നെ അപ്പോൾ ആ ട്രെൻഡ് ആവുകയെ അങ്ങനെ ഒരു ട്രെൻഡ് വരും. പുഷ്പ 3. പുഷ്പ 2 എന്നൊക്കെ നമ്മൾ വിട്ടു കേട്ടോ, റേഞ്ച് മാറിയിട്ടുണ്ട്. പുഷ്പ 3യിലേക്ക് എത്തിയിട്ടുണ്ട്. സിനിമയുടെ അനൗൺസ്മെന്റ് April 8 ഉണ്ടാവും എന്നാണ് നമ്മുടെ അല്ലു അർജുൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രൊജക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി പുഷ്പ 3 ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം. എന്തായാലും അനൗൺസ്മെന്റ് April 8 ഉണ്ടാവും. അത് പുഷ്പ 3 എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞെന്നുള്ളൂ. അത് മേ ബി വേറെ ഏതെങ്കിലും ആവാം, നോക്കാം. ഏതെങ്കിലും തല്ലിപ്പൊളി സിനിമയുടെ എന്തെങ്കിലും ആവാം. ഒന്നും പറയാൻ പറ്റൂല അല്ലേ? ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും അനൗൺസ്മെന്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് April 8. ഓക്കെ. അപ്പൊ അടുത്ത കിഴി. ഓക്കെ. വെറുതെ എന്നാ കുഴപ്പമില്ല, വെറുതെ തോന്നി, വെറുതെ. ഓഹോ മോനെ, സൂര്യ 43 സുധാ കൊങ്കാര മൂവി. നമ്മുടെ സൂര്യയും DQവും നസ്രിയയും പിന്നെ നമ്മുടെ പേര് മറന്നുപോയി. എന്ത് പറഞ്ഞായിരുന്നു? പേര് മറന്നുപോയി. അതായത് നമ്മുടെ എൻ്റെ കുട്ടിയുടെ കാമുകൻ വരുൺ വർമ്മയെ മറന്നല്ലോ. എന്തായാലും ഇവരൊക്കെ ഒരുമിക്കുന്ന സിനിമ സൂര്യ 43. സിനിമ മാർച്ച് മിഡോടെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതാണ് കേൾക്കുന്നത്. പിന്നെ പ്രധാന ലൊക്കേഷൻസ് ട്രിച്ചി, ഹരിയാന, മധുരൈ, ചിദംബരം. ഇങ്ങനെ 5 ലൊക്കേഷൻ മെയിനായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ. സൂര്യ 43 കങ്കുവന്റെ ഡബിങ് തകർത്തോണ്ടിരിക്കുക കേട്ടോ. അതെ, സൂര്യ ഡബിങ് തുടങ്ങിയിട്ടുണ്ട്. കഴിയുമ്പോഴേക്കും സൂര്യ 43. അടുത്തത് ബാറോസ് സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 28. ആടുജീവിതമായിട്ട് ക്ലാഷ്. ആടുജീവിതം ഇങ്ങോട്ട് മാറ്റാൻ കാരണം ബാരോസ് മാറ്റും എന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും തിയേറ്റർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണ് 28-ന്. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിയേറ്റർ കിട്ടൂലേ? ആടുജീവിതവും പിന്നെ രണ്ടും അതൊരു ഭയങ്കര പ്രശ്നം തന്നെ കേട്ടോ. 23-നൊക്കെ അങ്ങനെയൊക്കെ ഡേറ്റ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. 23-നാകുമ്പോ എന്താ അറിയാവോ, നോമ്പ്. അതാണ് ശരിയാ, അതാണ് പറ്റാത്തത്. ഓക്കെ. അടുത്ത കിഴി ബസൂക്ക സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂള്, അതായത് ഈ ഒരു കുറച്ച് ദിവസം കൂടി ഷൂട്ട് കഴിഞ്ഞാൽ ബസൂക്ക ടോട്ടലി പാക്കപ്പ് ആവും. ഓക്കെ. എന്തായാലും ആൾറെഡി മമ്മൂക്കയുടെ പോർഷനൊക്കെ കഴിഞ്ഞതായിരുന്നു. പിന്നെ ചില സാമ്പത്തിക പ്രതിസന്ധി, പിന്നെ മറ്റു ചില പ്രശ്നങ്ങളാൽ, ഒന്ന് ഗൗതം മേനോൻ്റെ എന്തോ ഒരു ഇഷ്യൂ, പിന്നെ നമ്മുടെ ഹക്കീം ഷാ ആക്സിഡൻ്റായി, അങ്ങനെ പല കാരണങ്ങളാൽ ഇതിങ്ങനെ നീണ്ടുപോയിരുന്നു. ഇപ്പോഴത്താണിത് വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങിയത്. എന്തായാലും കഴിയാനായി. കുറച്ച് ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു ഷൂട്ടിംഗ്. എന്തായാലും തീർന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഷെഡ്യൂൾ കൊച്ചിയിൽ. അപ്പൊ അത് കഴിഞ്ഞാൽ മഹേഷ് നാരായണൻ മൂവി കൊള്ളാം. എന്താണെങ്കിലും രാജീവ് പിള്ളേ മലയക്കോട്ടെ വാലിബല്ലേ, ഇത്രയും നല്ലൊരു ആൾക്ക് ഇത്രയും റിസ്ക് ഉള്ളൊരു കഥാപാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ
നമ്മളും ഇങ്ങനെ വിചാരിച്ചിരിക്കുക ആ ഒരാള് ഇപ്പൊ എന്തിനും ഇവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആളെ എന്തെങ്കിലും ഞാൻ അങ്ങനെ നോക്കി ഒരു ഡയലോഗ് അത് ചെയ്യാനേ അതായത് ഇതിന്റെ റെഫറൻസ് എടുക്കാനൊക്കെ മറ്റേ ബാഹുബലി ഇല്ലേ അതിന്റെ ലൊക്കേഷനിലൂടെയൊക്കെ നടന്നിട്ടുണ്ടെന്നാണ്. പൽവാൽ ദേവനും നമ്മുടെ ബാഹുബലിയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്തേ ഇതൊക്കെ കണ്ടു പഠിക്കായിരുന്നു രാജീവ് പിള്ളേ. കൊള്ളാം. എന്നിട്ടേ ചെന്ന് നിന്നു മലയക്കോട്ടെ വാലിബറിൻ്റെ ചെയ്തു പറഞ്ഞു എന്താണ് ചെയ്യേണ്ടത്. എന്റെ പൊന്നോ, ഏതായാലും പടയാളി മിണ്ടാൻ വയ്യാത്ത പടയാളിയാന്നുള്ളല്ല. അല്ല ഇനി വേണോ അത് പറയാൻ പറ്റില്ല. ശരിയാണല്ലോ. എന്താണ് കൊള്ളാം. എന്തായാലും നമ്മുടെ വിവരമില്ലായ്മയാണ്. അതെ, അതൊരു സത്യം. മറ്റൊന്നായിട്ട് കാണണ്ട. എന്താണെങ്കിലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.